കെവിന് നല്ല തിരക്കായിരിക്കും എന്നറിയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുള്ളോണ്ടാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ. ആനി പറ, എന്താ കാര്യം? ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കെവിൻ. പ്രഭാവതിയോടുള്ള വൈരാഗ്യം, ശത്രുതയും ഒക്കെ അവസാനിപ്പിക്കണം. അയ്യോ ആൻറ്റി, ഞങ്ങൾക്ക് പ്രഭാവതി ആൻറ്റിയുടെ ശത്രുതയൊന്നുമില്ല. ഋഷിക്കും ആൻറ്റിക്കും വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്. എന്നെ വിട്ടേക്ക് കെവിൻ. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നോ? അത് നല്ല ചോദ്യം. അമ്മയ്ക്ക് നേരിട്ട് അപമാനത്തിന് പകരം ചോദിക്കാൻ അമ്മയുടെ അനുവാദം വേണോ? ഋഷി, നീ മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കാം. പിന്നെ ആൻറ്റി ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും കെവിൻ. മുമ്പൊരിക്കൽ ഞാൻ കെവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അറിയിച്ചതാ. മതി കെവിൻ. ഋഷിയുടെ കാര്യത്തിലെ സത്യങ്ങൾ എല്ലാരെയും അറിയിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അമ്മ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്പലത്തിൽ തലകറങ്ങി വീണപ്പോ പ്രഭാവതി വന്ന് താങ്ങിയെടുത്തു. അതല്ലേ കാര്യം? അതെ, അതും ഒരു കാരണം തന്നെയാ. ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന പ്രഭാവതിക്ക് എന്നോട് സഹതാപം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രഭാവതി മനുഷ്യത്വം കാണിച്ചു, അപ്പോ ആ മനുഷ്യത്വം തിരിച്ചും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഋഷി ആൻറ്റി പറയും പോലെ. ഇല്ല, അമ്മ പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല. കെവിൻ, അമ്മയുമായി ആലോചിച്ചിട്ടല്ല നമ്മളിത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും പൂർത്തിയാക്കുന്നതും ഒക്കെ നമ്മുടെ രീതിക്ക് മതി. ആൻറ്റി ഇതിൽ ഇടപെടണ്ട. കെവിൻ, നിങ്ങൾ ചെയ്യുന്നത് ക്രൈം മാത്രമല്ല, ദൈവത്തിന്റെ മുമ്പിൽ പാപം കൂടിയാ. അപ്പൊ മുൻപ് പ്രഭാവതി എന്നോട് ലീനയോട് കാണിച്ചത് എന്താ? പുണ്യമാണോ? എന്നെ കൊല്ലാൻ നോക്കിയില്ലേ? ലീനയെ കൊന്നു. അതിനു പകരമായി നമ്മൾ ചന്ദ്രോത്തുകാരെ കൊല്ലാതെ കൊല്ലുന്നു, അത്ര തന്നെ. ഋഷി, അമ്മ പറയുന്നെന്താ? അമ്മ വെറുതെ ഇതിൽ ഇടപെട്ട് ബുദ്ധിമുട്ടണ്ട. എന്ത് സംഭവിച്ചാലും ശരി, ഞാനും കെവിനും ഇസബെല്ലയൊന്നും ഇതിന്ന് പിന്മാറാൻ പോകുന്നില്ല. ആൻറ്റി ടെൻഷൻ ആവണ്ട. വലിയ പ്രശ്നമാക്കാതെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം.